മന്ത്രവിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൽ നിന്നും നാം നിർബന്ധമായും പഠിക്കേണ്ട പുണ്യം പരാതിപ്പെടരുത് എന്നതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. അലീന ജോസഫ് ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. ജീവനെ ദാനമായി നൽകിയില്ലേ
അനുകൂല മനോഭാവങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് ബ്രദർ അനിൽ കെ സാം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ജീവിതത്തിൻ്റെ ഔന്നത്യം അല്ലെങ്കിൽ ഉന്നതി നിശ്ചയിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. ആൻ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് അവർ ആൾട്ടിറ്റ്യൂഡ്. മനോഭാവം എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. എങ്ങനെയാണ് മനോഭാവം രൂപപ്പെടുന്നത്? നേരനുഭവങ്ങളിൽ നിന്നും സാമൂഹികമായ പാഠങ്ങളിൽ നിന്നുമാണ് മനോഭാവം പലപ്പോഴും രൂപപ്പെട്ട് വരുന്നത്. സാമൂഹ്യമായ പാഠങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബം, കൂട്ടുകാർ, സംഘടനകൾ, സാംസ്കാരിക ചുറ്റുപാടുകൾ ഇവയുമായൊക്കെ ചേർന്ന് പ്രവർത്തിച്ച് പ്രതികരിച്ച് ആർജിച്ചെടുക്കുന്നതാണ് മനോഭാവം. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടർ വെങ്കടസ്വാമിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധുരയിലെ അരവിന്ദ് കണ്ണാശുപത്രിയുടെ സ്ഥാപകനാണ് ഡോക്ടർ വെങ്കടസ്വാമി. 2001 കണക്കനുസരിച്ച് 13 ലക്ഷം ഔട്ട് പേഷ്യൻസ് ആണ് അവിടെ ചികിത്സ തേടി പുറത്തേക്ക് പോയത്. WHO അംഗീകാരം കിട്ടിയ ഒരു ഹോസ്പിറ്റലാണ് അരവിന്ദ് കണ്ണാശുപത്രി. വിദേശ സർവകലാശാലകളിൽ നിന്ന് പോലും അനേകം വിദ്യാർത്ഥികൾ ഇവിടെ എത്തി ഗവേഷണം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള ഒരു വ്യവസായ പ്രമുഖൻ ഒരിക്കൽ ഡോക്ടർ വെങ്കടസ്വാമിയെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ, താങ്കൾ ഡൽഹിയിൽ വന്ന് എനിക്ക് വേണ്ടി ഒരു ആശുപത്രി തുടങ്ങി തരണം. അപ്പോൾ ഈ വെങ്കടസ്വാമി ചോദിച്ചു, താങ്കളൊരു വലിയ ധനികനാണ്, ഒരു വ്യവസായ പ്രമുഖനാണ്, താങ്കൾക്ക് നല്ല സ്വാധീനങ്ങളുണ്ട്, അതുകൊണ്ട് തീർച്ചയായും താങ്കൾക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ കഴിയുകയില്ലേ? ഞാൻ വരേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ ആ വ്യവസായ പ്രമുഖൻ ഇപ്രകാരം പറഞ്ഞു, ഈ അരവിന്ദ് ഹോസ്പിറ്റലിലെ കാരുണ്യവും സ്നേഹവും തുളുമ്പുന്ന സംസ്കാരം, പണത്തേക്കാൾ കൂടുതൽ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഈ സംസ്കാരം, ഈ സംരംഭം, ഇതുപോലൊരു ആശുപത്രി എനിക്ക് അവിടെ തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോക പ്രസിദ്ധി ആർജിച്ച അരവിന്ദ് കണ്ണാശുപത്രിയുടെ സ്ഥാപകനായ വെങ്കടസ്വാമി സ്കൂൾ പഠനകാലത്ത് രക്തക്കുഴലുകളിലെ രക്തയോട്ടം നിലച്ച് കൈവിരലുകൾ ചുരുങ്ങി ഒരു ഭിന്നശേഷിക്കാരനായി സ്വാധീനമില്ലാത്തൊരു വ്യക്തിയായി വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട വ്യക്തിയായിരുന്നു. സ്കൂൾ പഠനകാലത്ത് സംഭവിച്ചതാണ്. എന്നാൽ അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ഒരു വ്യക്തി ലോകമറിയപ്പെടുന്ന ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനായി മാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ്? APJ അബ്ദുൽ കലാം സാറ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന മനസ്സായിരുന്നു എന്നാണ്. തളർച്ചയുടെ മധ്യത്തിലും തകരാത്ത മനസ്സ്, ഒരു അനുകൂല മനോഭാവം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അദ്ദേഹം ആർജിച്ചെടുത്തിരുന്നു. മനോഭാവത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അനുകൂല മനോഭാവം എന്ന് പറയുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള മനസ്സിൻ്റെ അവസ്ഥയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അനുകൂല മനോഭാവം എന്ന് പറയുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആൻ ഓപ്റ്റിമിസ്റ്റ് സീസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രയാസം നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസി അവസരങ്ങൾ കാണുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. എനിക്ക് നല്ലതേ വരികയുള്ളൂ, എനിക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും, ഞാൻ രൂപമില്ലാത്ത ഒരു കല്ലാണ്, എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു വജ്രക്കല്ലായി മാറ്റപ്പെടും, എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഇതാണ് ശുഭാപ്തി വിശ്വാസം. ഇങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ,
ഈ ഒരു അനുകൂല മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ഫോസ്റ്റർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു അനുകൂല മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുക. വീൽ ചെയറിലിരുന്ന് വിരൽ തുമ്പുകൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച അതുല്യ പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. 20-ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഗവേഷണത്തിനു വേണ്ടി അദ്ദേഹം എത്തിപ്പെട്ടു. വളരെയധികം താല്പര്യത്തോടും നിരവധി സ്വപ്നങ്ങളോടും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എത്തപ്പെട്ട അദ്ദേഹത്തിന് ഗവേഷണം ചെയ്യുവാനായി കഴിഞ്ഞില്ല. കാരണം മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു രോഗം അദ്ദേഹത്തെ പിടിച്ചുലച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം തളർന്നു, സംസാരശേഷി നഷ്ടപ്പെട്ടു. ദേഹം മുഴുവനും തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് ബെഡിൽ കിടക്കുന്ന സ്റ്റീഫൻ ഹോക്കിൻസിനോട് ഡോക്ടർ പറഞ്ഞു, താങ്കളുടെ ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. 2 വർഷത്തിലധികം താങ്കൾക്ക് ഇനി ജീവിച്ചിരിക്കുവാൻ കഴിയുകയില്ല. ഡോക്ടർ വിധി എഴുതി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. പക്ഷേ തളർന്നു കിടക്കുന്ന ശരീരത്തിനുള്ളിൽ തകരാത്ത ഒരു മനസ്സുണ്ടായിരുന്നു, ഒരു അനുകൂല മനോഭാവമുള്ള മനസ്സുണ്ടായിരുന്നു. 2 വർഷം വിധി എഴുതിയ സ്റ്റീഫൻ ഹോക്കിൻസ് ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു. 2018 നവംബർ 14 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്ന പുസ്തകം രചിച്ച് സർ ഐസക് ന്യൂട്ടനോടും ആൽബർട്ട് ഐൻസ്റ്റീനോടും തുല്യതയുള്ള മഹാപ്രതിഭയായ ശാസ്ത്രജ്ഞനാണെന്ന് അദ്ദേഹം ലോകത്തെ തെളിയിച്ചു. സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ ഉപകരണത്തിന്റെ സഹായത്തോടെ സംസാരിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ലൂക്കേസിയൻ സ്ഥാനത്തിരുന്നു ലോകത്തിന്റെ മുഴുവൻ ആദരവും അംഗീകാരവും പിടിച്ചുപറ്റിയ മഹാപ്രതിഭ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ 40-ലധികം ഭാഷകളിൽ തർജ്ജമ ചെയ്ത് കോടിക്കണക്കിനാണ് വിറ്റഴിക്കുന്നത്. ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ, പ്രപഞ്ചം ചുരുങ്ങിയ വാക്കുകളിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം മലയാളത്തിൽ കൂടി ഇപ്പോൾ തർജ്ജമ ചെയ്ത് നമുക്ക് ലഭ്യമാണ്. ജീവിതം തകർന്നുപോയി, ഈ ജീവിതം കൊണ്ട് ഇനി പ്രയോജനമില്ല, സംസാരശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു അതുല്യ പ്രതിഭയായ ശാസ്ത്രജ്ഞനായി സ്റ്റീഫൻ ഹോക്കിൻസ് മാറിയത് എങ്ങനെയാണ്? ഉത്തരം വളരെ ലളിതമാണ്. അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എനിക്ക് നല്ലതേ സംഭവിക്കത്തുള്ളൂ എന്ന് ചിന്തിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആർജവം, ആ മാനസികാവസ്ഥ, അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തും. പ്രതിസന്ധികളില്ലാത്ത ജീവിതം ഏതാണ്? നിമിഷ നേരം കൊണ്ടല്ലേ പലതും നശിച്ചു പോകുന്നത്? നിമിഷ നേരം കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുന്നത്? ആകസ്മികമായി ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുന്ന മുഹൂർത്തങ്ങളിൽ, സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ ഇവിടെ ഞാൻ അവസാനിച്ചിട്ടില്ല, തളർന്നിട്ടില്ല, എനിക്ക് നല്ലതേ സംഭവിക്കത്തുള്ളൂ എന്ന് ചിന്തിച്ച് തളരാത്ത മനസ്സുമായി നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം പ്രകാരം പറയുന്നു, സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ എന്നാണ്. അതുകൊണ്ട് സത്യമായതും നീതിയായതും സൽകീർത്തിയായതും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. വേദപുസ്തക ചരിത്രത്തിൽ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ജോസഫ്. അനുകൂല മനോഭാവത്തോടെ ജീവിതത്തിൻ്റെ പരമോന്നത ഉയരങ്ങളിൽ, ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്ന ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിത്തീരുന്ന മഹത് വ്യക്തിയാണ് ജോസഫ്. ജോസഫിൻ്റെ പിതാവായ യാക്കോബ് അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ജോസഫ് സ്നേഹിച്ചിരുന്ന റാഹേലിലുണ്ടായ മകനാണ് ജോസഫ്. അതുകൊണ്ടാണ്
ജോസഫിനെ യാക്കോബ് കൂടുതലധികം സ്നേഹിച്ചു. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ നിലയങ്കിയൊക്കെ തയ്പ്പിച്ച് യാക്കോബ് ജോസഫിന് നൽകി. അങ്ങനെ മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി സന്തോഷവാനായി കഴിഞ്ഞിരുന്ന ജോസഫിന്റെ ജീവിതത്തിൽ വളരെ പെട്ടെന്നാണ് അനുഭവങ്ങൾ ഉണ്ടായത്. എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന സഹോദരങ്ങൾ അദ്ദേഹത്തിന് തടസ്സമായി നിന്നു. സ്വാർത്ഥത മൂത്ത സഹോദരങ്ങൾ അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കിണറ്റിലേക്ക് വീണപ്പോൾ ശരീരത്തിലുണ്ടായ മുറിവുകൾ, ചതവുകൾ, ശാരീരികമായ വേദനകൾ, അതിലുപരി സ്വന്തം സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോഴുണ്ടായ മാനസിക വേദനകൾ, തകർന്ന് തരിപ്പണമായി പോയ നിമിഷങ്ങൾ, വേദനയുടെയും പീഡനത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവത്തിൽ ജോസഫ് എത്തപ്പെട്ടു. അത് മാത്രമാണ്, അവിടെ നിന്നും ഒരടിമയായി അദ്ദേഹം അടിമ കമ്പോളത്തിൽ നിൽക്കുകയാണ്. അടിമ കമ്പോളത്തിൽ ഒരടിമയായി, ഉന്നത കുലജാതനായ ഇസ്രയേലിന്റെ പുത്രനായ ജോസഫ് ഒരു അടിമ കമ്പോളത്തിൽ ഒരടിമയായി നിൽക്കുകയാണ്. അടിമയായി പോത്തിഫർ അദ്ദേഹത്തെ വാങ്ങിക്കൊണ്ടുപോയി. പക്ഷേ ചരിത്രം പറയുന്നത്, ചരിത്രം രേഖപ്പെടുത്തുന്നത്, അടിമയായി വന്നവൻ പോത്തിഫറിന്റെ കാര്യസ്ഥനായി മാറ്റപ്പെടുന്ന ചരിത്രമാണ്. അടിമ എങ്ങനെയാണ് ഒരു കാര്യസ്ഥനായി മാറിയത്? എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, ഞാനൊരു അടിമയായി തരം താഴ്ന്ന വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നില്ല. അടിമയായി ജോലി ചെയ്യേണ്ടി വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ജ്വലനം നഷ്ടപ്പെട്ടിരുന്നില്ല. ശുഭാപ്തി വിശ്വാസം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതേ സംഭവിക്കത്തുള്ളൂ, ദൈവം അത് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ജോസഫിലെ ഊർജം, ചൈതന്യം പോത്തിഫർ ശ്രദ്ധിച്ചു. പോത്തിഫർ അദ്ദേഹത്തെ സ്ഥാനക്കയറ്റം നൽകി കാര്യസ്ഥനായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരിവൃത്ത യാഥാർത്ഥ്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൈവരിച്ച് ഭാസുരമായ സുന്ദരമായ ഒരു ജീവിതം സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ലിറ്റിൽ ഹാൻഡ്സ് എന്ന ഷോർട്ട് വീഡിയോയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. കഥ പറയുന്ന ഏതാനും കുഞ്ഞു കരങ്ങൾ. ഈ കരങ്ങൾ നമ്മെ നമ്മുടെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒടുവിൽ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കും. കണ്ടു നോക്കാം.
പരീക്ഷാ ഹാളിൽ ഉത്തരങ്ങൾ അറിയാതെ വിഷമിക്കുന്ന സമയത്ത് തുണയായി എത്തുന്ന കൂട്ടുകാരൻ. ഉത്തരങ്ങൾ കാണിച്ചു കൊടുത്തും എഴുതി കൊടുത്തും ഒക്കെ സഹായിക്കുന്ന കൂട്ടുകാരനെ ഒടുവിൽ ടീച്ചർ പിടിക്കുന്നു. സഹായിച്ച സുഹൃത്തിൻ്റെ ഉത്തരക്കടലാസ് ടീച്ചർ ചുരുട്ടിയെറിയുന്നു. അർഹിക്കുന്ന ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി സഹായിച്ച സുഹൃത്തിൻ്റെ പേര് തൻ്റെ ഉത്തരക്കടലാസിൽ എഴുതി ടീച്ചറിന് പേപ്പർ കൈമാറുന്ന ബാലൻ. കുഞ്ഞുങ്ങളുടെ കോപ്പിയടിയെ ഗുരുതരമായി കാണുന്ന, ശിക്ഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് മറ്റുള്ളവരുടെ കൃതികളെ സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകാരന്മാരും മറ്റുള്ളവരുടെ രചനകളും കൃതികളും മോഷ്ടിക്കുന്ന സിനിമാ സംവിധായകരും ആരുടെയെങ്കിലുമൊക്കെ പ്രബന്ധങ്ങൾ മോഷ്ടിക്കുകയും കോപ്പിയടിക്കുകയും ചെയ്യുന്ന ഗവേഷകരും ആരെങ്കിലുമൊക്കെ എഴുതിയിട്ട പോസ്റ്റുകൾ കടപ്പാട് പോലും വയ്ക്കാതെ സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രമുഖരും ഒക്കെ നിലനിൽക്കുന്നത്. മോഷണവും കോപ്പിയടിക്കുന്ന സ്വഭാവവും കുഞ്ഞുങ്ങളിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതിനെ ഒരിക്കലും പിന്തുണയ്ക്കുന്നുമില്ല. എങ്കിലും മുതിർന്നവരിലെ പ്രബുദ്ധരായ നമ്മൾ ഇത്തരം വലിയ കളവുകൾക്കും വലിയ കോപ്പിയടികൾക്കും കൂട്ടുനിൽക്കുമ്പോൾ, അത്തരം പ്രവൃത്തികളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉദ്ദേശശുദ്ധിയും ലക്ഷ്യവും എത്ര മഹത്തരമാണ് എന്ന് ചിന്തിച്ചു പോകും. ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർ അർഹിക്കുന്ന ക്രെഡിറ്റ്, അവരർഹിക്കുന്ന ബഹുമാനം അവർക്ക് നൽകാനും അവരെ ആദരിക്കാനും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അതിന് നമുക്ക് സാധിക്കുന്നത് ഇത്തരം കുഞ്ഞു കരങ്ങളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുമ്പോഴാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ നിന്നും നാം നിർബന്ധമായും പഠിക്കേണ്ട പുണ്യം പരാതിപ്പെടരുത് എന്നതാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.